എല്ലാവർക്കും ജെൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. രാവിലെ പെട്ടെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. യോഗട്ടൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യോഗട്ടില്ല ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ. അപ്പോൾ സോഫ്റ്റ് ചീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ യോഗട്ടിൻ്റെ പകരം സോഫ്റ്റ് ചീസാക്കി. അപ്പോൾ ഒരു പാക്കറ്റ് സോഫ്റ്റ് ചീസ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തനിനാടൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ഇവരുടെ ഒരു ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ് ചീസ് ഒരു ബൗളിലേക്ക് ചേർത്തതിനകത്തേക്ക് ഒരു വെളുത്തുള്ളിയുടെ, നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയുടെ ഒരല്ലി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ യോഗട്ടുണ്ടെങ്കിൽ അതാണ് ഇച്ചിരി നല്ലത്. പക്ഷേ ഇതും അല്പോടെ ടേസ്റ്റ് കൂടുതലായിരുന്നു കുട്ടികൾ പറഞ്ഞത്. യോഗട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ സോഫ്റ്റ് ചീസിന് ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ യോഗട്ടിൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാണ് അതിന്, ഇച്ചിരി ഒരു തിക്കാന്ന് മാത്രം. അപ്പം മുട്ട ബുൾസൈ, ഞാൻ ഇതുവരെ ബുൾസൈ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പോച്ച്ഡ് എഗ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സാധാരണ ഇച്ചിരി ഡിഫിക്കൽട്ടാണല്ലോ, അപ്പോൾ ആദ്യമായിട്ടുള്ള ട്രയലാണ്. കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് പറയാം. കുറച്ചൊക്കെ കലങ്ങിപ്പോയെങ്കിലും മാനേജ് ചെയ്തു കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ സാധാരണ പോച്ച്ഡ് എഗ്ഗൊന്നും അവർക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് എന്തായാലും ഒന്ന് പഠിക്കണം. അപ്പോൾ പോച്ച്ഡ് എഗ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കമൻറ്റ് ബിലോ. അപ്പോൾ ഒരു നുള്ളിൽ ഞാനൊരു തവിയിലാണ് കേട്ടോ എടുത്തത്. കാരണം അല്ല, അത് അതിനകത്തേക്ക് ഡയറക്റ്റ് ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കാൻ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. കുഴപ്പമില്ല, അത് ആദ്യത്തെ ഇച്ചിരി വിട്ടു പോയെങ്കിലും ബാക്കിയത്തെ രണ്ടെണ്ണം ശരിയായി കിട്ടി. അപ്പോൾ പോച്ച്ഡ് എഗ് റെഡിയാക്കി എടുത്തു. അതിനകത്തൊരു തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് എടുത്തപ്പം ശരിയായിരുന്നു കേട്ടോ. രണ്ടാമത് തവിയിൽ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് പയ്യെ സ്ലോയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ എടുക്കുകയും വേണം. അപ്പോൾ നോക്കൂ, ഇത് രണ്ടാമത്തെ ഉണ്ടാക്കിയ പോസ്റ്റൊക്കെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ തവിയിൽ പോയി. അപ്പോൾ ഒരു പാൻ ചൂടാക്കി നമുക്ക് അതിനകത്തേക്ക് ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി ബട്ടർ, ഒരു 200 ഗ്രാം ബട്ടർ ചേർത്തു. ബട്ടർ ഉരുകിയപ്പോൾ അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ. അതിനകത്തേക്ക് ചതച്ച മുളക്, നമുക്ക് ചില്ലി ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ നമ്മൾ പ്ലെയിനായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചതച്ച മുളക് 1 ടീസ്പൂൺ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്, അല്പം വെളുത്തുള്ളി പൗഡർ, ഗാർലിക് പൗഡർ ചേർത്തു. ഇല്ലെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി, ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ സോസ് റെഡി, പോച്ച്ഡ് എഗ് റെഡിയായി, എല്ലാം റെഡിയായി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്ക് വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കിയത്തെ 2 പോച്ച്ഡ് എഗ്ഗും കുഴപ്പമില്ലാതെ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ് ചീസിൻ്റെ യോഗട്ട് സോഫ്റ്റ് ചീസ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കാം. ഒരു ചെറിയൊരു ബെഡ് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ പ്ലേറ്റിൽ. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോച്ച്ഡ് എഗ് വെക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. അവർ പോച്ച്ഡ് എഗ് ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അവർ ബോയിൽഡ് എഗ്ഗൊക്കെ വെച്ചിട്ടാണ് ട്രൈ ചെയ്യാറ്. അവർ ഓക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് പോച്ച്ഡ് എഗ്. ഇനി അത് ട്രൈ ചെയ്ത് പെർഫെക്റ്റാക്കി എടുത്തിട്ട് കാണിക്കാം ഒരു ദിവസം പ്രോപ്പറായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസും കൂടെ മുകളിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുക, അത്രേ ഉള്ളൂ, എളുപ്പം. ലേസി ആയിട്ടുള്ളൊരു സൺഡേ മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഡ്രസ്സിൽ ഇത് മുകളിലേക്ക് കൊടുക്കുക, സൈഡിൽ കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സോസിന്. ഇച്ചിരി റിച്ചൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. വല്ലപ്പോഴും ഞാൻ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റും വേണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇവരുണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കട്ടെ. എന്നിട്ട് ലഞ്ച് റെഡിയാക്കി എടുക്കണം നമുക്ക്. അടിപൊളി കറികളാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ കോമ്പിനേഷൻ നല്ലതാണെങ്കിൽ അതിനും ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റിൽ നമ്മുടെ എഗ്ഗും സോസൊക്കെ വെച്ചിട്ട് കഴിച്ചു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കട്ടെ. 2 ഏത്തക്ക ചെറുതായിട്ട് നുറുക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് അല്പം കറി ലീവ്സും കൂടെ നുള്ളി ചേർത്തിട്ട് നേരത്തെ വെള്ളം ഒഴിച്ച് അത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പയറ് വാഴക്കയും കൂടെയാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഞാൻ പയർ ഓർഡർ ചെയ്ത് ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് വരട്ടെ. കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് ഞാൻ വെളുത്ത പയറും കറുത്ത പയറും ഓർഡർ ചെയ്തത്. നമ്മുടെ എള്ളാണ് കേട്ടോ, കറുത്ത എള്ളുണ്ട ഉണ്ടാക്കണം. എള്ളുണ്ട ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണല്ലോ, അതുണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പയർ കണ്ടുപിടിക്കട്ടെ. നമുക്കൊരു സ്മോക്ക് പപ്രിക്ക ഇവർക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയെടുക്കുന്ന ഒരു ട്രൈ ചെയ്യുന്നതാണ്. പപ്രിക്ക തീർന്നിരിക്കുകയായിരുന്നു. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്. ഇനി നമ്മുടെ നട്ട്സുകളൊക്കെയാണ്. പയർ തപ്പിയാണ് വരുന്നത്. പയർ നോക്കട്ടെ എവിടെയാണ്. വെളുത്ത പയറല്ലേ, ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കറുത്ത കളറുള്ള പയറുണ്ടല്ലോ, അത് മേടിച്ചായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടാണ് വാഴയ്ക്ക വെളുത്തുണ്ടാക്കുന്നത്. അതിന് തപ്പിയെടുക്കട്ടെ കേട്ടോ. അതെവിടെയാണ് നോക്കുന്നത്. ഇത് ബ്ലാക്ക് കളറുള്ള ബീൻസ് കിട്ടി. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ താമസിച്ചാണ് വെള്ളത്തിലിടാൻ, പെട്ടെന്ന് റെഡി ആയിട്ട് ഇടാം. ഇന്നലെ ഇടണമെന്ന് ഓർത്തിട്ട് മറന്നു. ഞാൻ ചൂട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് എടുക്കാം കേട്ടോ. 1.5 കപ്പ് അളന്നിട്ടെടുക്കാം നമുക്ക്. പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ കുറച്ചൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പീസ് ഇടാം കേട്ടോ. വെർമിസെല്ലി, ഗോതമ്പ് വെർമിസെല്ലി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. നട്ട്സുകളാണ്. പയറുവർഗ്ഗങ്ങൾ, ഉഴുന്ന്, നട്ട്സ് അതൊക്കെ മേടിച്ചായിരുന്നു. ഒരു വെളുത്ത പയറിൻ്റെ പാക്കറ്റും കൂടെ മേടിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ മീസ് പൗഡർ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാണ്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. അത് ട്രൈ ചെയ്യണം. ഓക്കെ. പിന്നെ മില്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് റെസിപ്പികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ പയർ വെള്ളത്തിലിടട്ടെ കേട്ടോ. ഞാൻ ഓൾറെഡി താമസിച്ചു. അപ്പോൾ 1.5 കപ്പ് വെള്ളമിട്ടെടുക്കാം. നമ്മുടെ 2 വലിയ ഏത്തക്കായായിരുന്നു. അത് ഞാൻ ചൂട് വെള്ളത്തിലിട്ട് വെക്കാണ്. നേരത്തെ വെള്ളത്തിലിടണ്ടായിരുന്നു, താമസിച്ചു പോയി, മറന്നുപോയി ഇന്നലെ. അത് കഴിഞ്ഞിട്ട് കുക്കറിലടിച്ചിട്ട് നമ്മൾ ഇട്ടിക്കോളും. അപ്പോൾ 1 മണിക്കൂറുണ്ട് നമുക്ക് സമയം. നോക്കൂ, ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ടതിൻ്റെ കളറ് നോക്കൂ. ചൂടുവെള്ളത്തിലിട്ടുകൊണ്ടാണെന്ന് അറിയത്തില്ല, കറുത്ത വെള്ളമാണ് വരുന്നത്. കളറൊന്നും അല്ലെന്ന് വിചാരിക്കാം. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുന്ന കറുത്ത പയർ. അതിന് കുക്കറിൽ ഒരു 3-4 വിസിൽ അടിച്ചിട്ട് വെക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വാഴക്കായും വെന്ത് വരും. ഇതെല്ലാം കഴുകി ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. അതൊന്ന് 3-4 വിസിൽ അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ 2 4 വെളുത്തുള്ളി, 2 സവാള, ആവശ്യത്തിന് കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാം. രണ്ട് മൂന്ന് കാശ്മീരി ചില്ലി സാധാരണ ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പയറും വാഴക്കയും വേവിച്ചപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. 1/4 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് ചതച്ച മുളക് ചേർക്കാം. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പയറൊക്കെ ഇങ്ങനെ മെഴുക്ക് പുരട്ടിയാക്കി എടുക്കുമ്പം ചതച്ച മുളക് ചേർക്കേണ്ട ടേസ്റ്റ് കൂടുതലുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് അല്പം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായും പയറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത്തക്ക പയറും വെച്ച് ഇഷ്ടമുള്ളൊരു ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പം കാലൊരു അരക്കും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പയറും കൂടി കൂടി നന്നായിട്ട് യോജിച്ച് വരും. പയർ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 3-4-5 വിസിൽ വയ്ക്കുക. ഏത്തക്കായുടെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടും കൂടെ ഒന്ന് യോജിച്ച് വരേണ്ട താമസമുള്ളൂ. നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാകും. നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ചെറു തീയിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി യോജിച്ച് വരും. നല്ല മണം വരുന്നത് കേട്ടോ. പയറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വെളുത്ത പയറിനേക്കാൾ അല്പം ടേസ്റ്റ് ഉണ്ട്. മെഴുക്ക് വരട്ടി ഏകദേശം റെഡിയായി. തീ ഓഫ് ചെയ്തു. നമുക്ക് അടുപ്പിലേക്ക് കിടക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് കൊഞ്ച് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ബിഗ് പ്രോൺസും കൊണ്ടുള്ളൊരു കറി. അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ചേർത്തു, കടുക് ചേർത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ ഒരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറി ലീവ്സ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും സവാള ചേർത്ത്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടണം. ഞാൻ ചട്ടിയിൽ തന്നെ കറി വെക്കാൻ വിചാരിച്ചു. പ്രോൺസ് കഴിച്ച രീതിയിൽ കറി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. തക്കാളി ഇട്ട് കറി വെക്കുന്നതാണ് അടിപൊളി. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കണം. അപ്പോൾ വഴണ്ട് വരട്ടെ. വഴണ്ട് വെച്ചിട്ട് വേണം ഞാൻ കിങ് പ്രോൺസ് നമ്മുടെ ക്ലീനൊക്കെ ചെയ്ത് കിട്ടിയതായിരുന്നു കേട്ടോ. ഫ്രോസനായിട്ട് ഇരിക്കുന്നതാണ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു 1/2 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി ചേർത്തു. നമുക്ക് കുമിച്ചിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. നല്ല അരിയുള്ള മുളക് പൊടി അല്പം കൊണ്ട് ചേർത്ത് വിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് വഴണ്ട് വരട്ടെ. ഒരല്പം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് തിക്നെസ് കിട്ടാൻ വേണ്ടി വേവിക്കുക. മല്ലിപ്പൊടിയും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് തക്കാളി 3 വലിയ തക്കാളിയുടെ പുളിയാണ് കേട്ടോ. പുളി വേറെ ചേർക്കുന്നത്. അപ്പോൾ 3 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഉണ്ട് ഒരു പച്ചക്കൊന്ന് മാറി നമുക്ക് പ്രോൺസ് കുക്ക് വന്നുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ക്ലീനാക്കി റെഡിയായിരിക്കും പ്രോൺസാണ് ഒരു 1/2 കിലോ ഉണ്ട്. അപ്പോൾ പ്രോൺസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. പ്രോൺസ് ഒരു 10 മിനിറ്റ് കുക്കാകുമ്പോഴത്തേക്കുണ്ട് കറി റെഡിയാവും. നമുക്കിപ്പോൾ എല്ലാം കൂടെ ഇളക്കി യോജിച്ച് വന്നു. ഇതിനകത്തേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുക്കായി കഴിയും. പിന്നെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ ഏറ്റൊന്ന് തിളവരേണ്ട ആവശ്യമുള്ളൂ. 10-15 മിനിറ്റ് കുക്കിംഗ് ടൈം ഉള്ളൂല്ലോ പ്രോൺസിന്. അല്ലെങ്കിൽ റബ്ബർ പോലെ ഇപ്പോൾ ഒരുപാടിട്ട് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രോൺസ് കഴുകിയിട്ട് അതിനകത്ത് താങ്കിൽ തന്നെ ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. പ്രോൺ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഊണിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ തക്കാളി ഇട്ട് കറി വെക്കുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോണിൻ്റെ ഒരു തോരനും കൂടെ റെഡിയാക്കി എടുക്കാം.
അതിന് വേണ്ടി 3-4 പച്ചമുളക്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ തേങ്ങ ചിരകിയതാണെങ്കിൽ. ഞാൻ തേങ്ങാക്കൊത്താണ് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്താണ്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം, ഒരു 3/4 ടീസ്പൂൺ. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് വഴറ്റാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു, നല്ല ജീരകം ചേർത്ത് കൊടുത്തു. അതും കൂടെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സവാള, 2 അല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് വഴണ്ട് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. കാൽ ടീസ്പൂൺ നല്ല കാശ്മീരി ചില്ലി നല്ല നിറമൊക്കെ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തു. ഇനി ചതച്ച മുളക് ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഇത് കിങ് പ്രോൺസ് അല്ല കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഒരു മീഡിയം സൈസുള്ള പ്രോൺസ് ഇങ്ങനെ സെപ്പറേറ്റ് മേടിച്ചായിരുന്നു. ഒരു 400 ഗ്രാം കാണും. അപ്പോൾ അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ഒന്ന് വഴണ്ട് കിട്ടി. അതിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഊസായിട്ടായിട്ട് വരും. വെള്ളമൊക്കെ ഒന്ന് പയ്യെ ഊസായിട്ടായിട്ട് വരുമ്പോൾ നമുക്ക് തേങ്ങയും കൂടെ അരപ്പും കൂടെ ചേർത്ത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കിങ് പ്രോൺസ് അല്ല, എന്നാലും വലിപ്പമുള്ള പ്രോൺസ് തന്നെയാണ്. കൊഞ്ച് തോരൻ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം ഒന്ന് ഇറങ്ങി വരുന്നതിന് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് പ്രോൺസ് തോരൻ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റാണ് കേട്ടോ തോരൻ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് തേങ്ങയും കൂടെ പ്രോൺസിലിങ്ങനെ പൊതിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വരണം. ചതച്ചെടുത്ത തേങ്ങയും ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ കണ്ടു. അപ്പോൾ വെള്ളം നമ്മൾ ഒട്ടും ചേർത്തില്ലായിരുന്നു, പക്ഷേ പ്രോൺസിൽ നിന്ന് ഇറങ്ങിയതാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മിക്സിന് അടിച്ചെടുത്ത് തേങ്ങ മുഴുവൻ ചേർക്കാം. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോൾ സൂപ്പർ മണം കേട്ടോ. നമ്മുടെ കറികൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം കൂണ് വറുത്തരച്ചൊരു കറി റെഡിയാക്കിയായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതും ഇപ്പം കൂട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. വെള്ളമൊക്കെ വറ്റി വന്നു, വരണ്ട് വന്നു തുടങ്ങി. അല്പം നേരം മൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടെ കൊടുക്കാം. പ്രോൺസ് തോരൻ ഉണ്ടാക്കി അപ്പം ഊണ് വയ്ക്കാൻ തോന്നും, അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രോൺസ് ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ. തോരൻ റെഡിയായി. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി തീ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് വെട്ടം താമസിക്കാതെ ഊണ് കഴിക്കാം. കറികളെല്ലാം റെഡിയാണ്. നമ്മുടെ പ്രോൺ കറി എന്തായെന്ന് നോക്കാം കേട്ടോ. പ്രോൺ കറി നോക്കും. തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞെടുപ്പുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. അത് ഒന്ന് തടവരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. ഞാൻ ഗ്ലാസ് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി നീളത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് കുറുക്കിയെടുക്കണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ഇച്ചിരി ഗ്രേവിയോടുകൂടി ഒരു ഒഴിച്ചു കറിയുടെ രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. കറികളെല്ലാം റെഡി. ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം. കറിയുടെ കളറേന്ന് അറിയില്ല. അപ്പം എല്ലാം റെഡി. നമുക്ക് ഊണ് കഴിക്കാം.
അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വ്ലോഗ്സ്. ഞാൻ കറി വിളമ്പിടും നിങ്ങളുടെ കാണിക്കാം കേട്ടോ. ഇതെല്ലാം റെഡിയാണ്. ചോറും റെഡിയാണ്, കറികളും റെഡിയാണ്. അപ്പം ചോറ് വിളമ്പി, പ്രോൺ കറി, പ്രോൺ തോരൻ, ഏത്തക്ക, പയർ, മെഴുക്ക് പുരട്ടി. ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ ദിവസം ഞാൻ കൂണ് വറുത്തരച്ച കറി ഉണ്ടായിരുന്നു ടേസ്റ്റ്, നല്ല ടേസ്റ്റായിരുന്നു അതിന്. ഇപ്പം പ്രോൺ കറി ഒഴിച്ച് ചോറിന് കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് ജയൻ വ്ലോഗ്സ്. അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.